അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ്. അതേതാ വിഷയം എന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ സംബന്ധിച്ചുള്ള വിവരണമധ്യേ അവിടെ വെച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു, അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലാ സമാഇദ് ദുനിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാവുകളിലും ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഈ ഹദീസ് ഇങ്ങനെ പറയുന്നതിന്റെ ഇടയ്ക്ക് പടച്ചവൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ആശയം പറഞ്ഞു. അപ്പൊ മൂപ്പർ അതിന്മേൽ പിടികൂടിയിട്ട് പറയണ്, സർവ്വ മുജാഹിദീങ്ങളെയും ഞാൻ ബെല്ലടിക്കുന്നു, വെല്ലുവിളിക്കുന്നു പറഞ്ഞിട്ട് വരാതായി പോണ്ട, ബെല്ലടിക്കുന്നു, ബെല്ലടിച്ചാലല്ലേ വരിക. അതുകൊണ്ട് എല്ലാ മുജാഹിദിനെയും ഞാൻ ബെല്ലടിക്കാണ്. എന്തിന്? ഇങ്ങനെ ഒരായത്ത് അല്ലാഹുവിന്റെ ഖുർആനിൽ കാണിച്ചു തരാൻ പറ്റുമോന്ന്. എന്റെ വാചകത്തിൽ പ്രസംഗത്തിൽ ഒരു ഭാഗത്ത് പടച്ചവൻ പറയുന്നു എന്ന് വന്നുപോയി. എന്നാൽ സുഹൃത്തുക്കളെ, അത് അപ്പോൾ തന്നെ ഞാൻ തിരുത്തിയിട്ടുണ്ട്. ആ ഭാഗം മൂപ്പരി മുറിച്ചു. ഞാൻ വേറെ കാണിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിൽ തന്നെ ഞാനത് കൃത്യമായി അത് ഹദീസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മൂപ്പരെടുത്തില്ല. ഈ ഒരു വാചകം പടച്ചോൻ പറയുന്നു എന്നുള്ളൊരു സബുഖുൽ ലിസാന് വന്നുപോയത് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് വഷളാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കേൾക്കൂ നിങ്ങൾ. ഇതാണെങ്കിലോ ഇതായത്താണോ? ഞാൻ ലോകത്തുള്ള മുഴുവൻ സെലഫികളെയും വെല്ലുവിളിച്ചു എന്നിട്ട് അവർ വരാണ്ടായി പോണ്ട, ബെല്ലടിച്ചു എന്ന് പറയാ. ബെല്ലടിക്കുമ്പല്ലേ വരിക, ബെല്ലടിക്കുന്നു. എല്ലാ സെലഫികളും ഞാൻ ബെല്ലടിക്കുന്നു വരാൻ വേണ്ടി. എന്തിനാ വരുന്നവരെയോ? പടച്ച തമ്പുരാൻ പറഞ്ഞതായിട്ട് പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഒരു ഖുദ്സിയായ ഹദീസ് യൻസിലു റബ്ബുനാ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ? യൻസിലു റബ്ബുനാ നിങ്ങൾക്ക് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഖുദ്സിയായ ഹദീസിൽ കാണിച്ചു തരാൻ പറ്റുമോന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. പടച്ചവൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് മുറിച്ചിട്ടാ കേൾപ്പിച്ചത്. അതേ പ്രസംഗത്തിൽ തന്നെ ഞാനത് ഹദീസാണെന്ന് പറയുന്ന ഭാഗം നിങ്ങൾ തന്നെ കേൾക്കുക. അത് മൂപ്പരെടുത്തില്ല. കേട്ടോളൂ, ആ ഭാഗം, മുറിച്ച ഭാഗം കേട്ടോളൂ. ഇവിടെ ഇപ്പൊ വലിയ പരിഹാസത്തിന് വിധേയമായ സംഗതിയാണെന്ന് അല്ലാഹ് ഇറങ്ങുന്നു. എന്തേ നമ്മൾ തെറ്റ് ചെയ്തത്? എന്താണ് മുജാഹിദികൾ തെറ്റ് ചെയ്തത്? നിങ്ങൾ പറയണം. അല്ലാഹുവിന്റെ റസൂൽ ഒരു ഹദീസ് പറഞ്ഞു. എന്താ അത്? പഠിച്ചു വെച്ചോളിൻ. യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലാ സമാഇദ് ദുനിയാ. കണ്ടോ? യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലാ സമാഇദ് ദുനിയാ എന്നുള്ളതിന്റെ മുമ്പ് എന്താ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഒരു ഹദീസ് പറഞ്ഞു. ഇതിവിടെ നടന്നതല്ലേ? ആ പ്രസംഗത്തിലെ ഒരു ഭാഗം എടുത്തിട്ടല്ലേ, വേറൊരു പ്രസംഗത്തിലല്ല, അതേ പ്രസംഗത്തിലെ ഒരു ഭാഗത്ത് വന്ന ഒരു നാവിന്റെ പ്രയോഗം എടുത്തിട്ടല്ലേ മൂപ്പര് ഇവിടെ വഷളാക്കാൻ വേണ്ടി ശ്രമിച്ചത്, വെല്ലുവിളിച്ചത്, ബെല്ലടിച്ചത്. ഒരു കൃത്യമായ നിലക്കൊരു മാന്യതയുള്ള ഒരാൾ ആ പണി ചെയ്യൂ ഒരേ പ്രസംഗത്തിൽ? അല്ല, എന്താ പല്ലേ മാന്യത? ദുബായിലെ പ്രസംഗത്തിലെ ഒരു ശ്വാസത്തിന്റെ ഇടക്ക് വെച്ച് മുറിച്ചില്ലേ? അല്ലേ? മുൻകൈയും മുഖമെന്ന് പറയുന്നതിന്റെ മുൻകൈ എന്ന് കേൾക്കുന്നുണ്ട്, അവിടെ കട്ട് ചെയ്തില്ലേ? എന്തിനാണ് ഈ വഞ്ചന കാണിക്കുന്നത്? എന്തിനാണ് ഈ കൃത്യവിലോപം കാണിക്കുന്നത്? അപ്പൊ സുഹൃത്തുക്കളെ, മാത്രല്ല ആ ഹദീസിന് അർത്ഥം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും എന്ന് ഞാൻ അർത്ഥം പറഞ്ഞിരുന്നു. അതിനെ മൂപ്പരുന്നിട്ട് ചോദിക്കേണ്, ഇറങ്ങിയും എന്നല്ലാതെ ഇറങ്ങി വരും എവിടെയുള്ളത്? എൻസിലു വ യജിഉ നാ മൗലവി അർത്ഥം വെക്കുന്നത്. ആരെങ്കിലും അങ്ങനെ പറയും? ഇറങ്ങി വരുന്നില്ല, ഇനി എൻസിലു വ യജിഉ എന്ന് പറയോ? എൻസിലു എന്ന് പറഞ്ഞാൽ തന്നെ ഇറങ്ങി വരുന്നായില്ലേ? മൂപ്പര് തെറ്റിദ്ധരിപ്പിക്കാണ്. യൻസിലു വ യജിഉ, ഇറങ്ങി വരുന്ന അർത്ഥം പറയാനേ പാടില്ല എന്ന് മൂപ്പര് പറയുന്നത്. കേട്ടോളൂ. യൻസിലു എന്നുള്ളതിന് ഇറങ്ങി വരും എന്നർത്ഥം പറഞ്ഞു. വാസ്തവത്തിൽ യൻസിലു ഉള്ളതിന് ഇറങ്ങുന്നല്ലാണ്ട് ഇറങ്ങി വരും എന്നർത്ഥമുണ്ടോ? ഇനി വാക്കർത്ഥം പറഞ്ഞാൽ തന്നെ ഇറങ്ങുന്നല്ലേ അർത്ഥമുള്ളൂ, വരും എന്നർത്ഥമുണ്ടോ? അപ്പോ യൻസിലു വ യജിഉ എന്നാ അർത്ഥം വെച്ചത്. അതൊന്ന് എന്താ പറഞ്ഞത്? യൻസിലു എന്നുള്ളതിന് ഇറങ്ങുന്നല്ലാതെ ഇറങ്ങി വരുന്ന അർത്ഥം പറയാൻ പാടുണ്ടോ? അങ്ങനെ പാടുണ്ടോ എന്ന് അയക്കണേ. എന്നാ പാടുണ്ട്. നിങ്ങളുടെ തന്നെ ഒരു സഖാഫി മൂപ്പർ എഴുതിയ ഒരു ലേഖനത്തിൽ നിന്ന് വായിക്കാം. എന്താ? കേട്ടോളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിന്റെ പ്രകടമായ അർത്ഥം ഇപ്രകാരം വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാ രാത്രിയും അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. നിഷേധിക്കാൻ കഴിയോ? നിങ്ങളുടെ മാളിയേക്കൽ സഖാഫി എഴുതിയതാണ്. ഒരുത്തനില്ലേ നാടൊട്ടാകെ ഈ CD പ്രദർശിപ്പിച്ച് സലഫിയുടെ തൊലി ഉരിക്കണം, തൊലി പൊളിക്കണം എന്ന് സിറാജിൽ എഴുതിയില്ലേ?
നാദാപുരത്തെ CD ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ ഗ്രാമാന്തരങ്ങളിൽ പ്രദർശിപ്പിച്ച് സലഫി മൗലവിയുടെ ചർമ്മവേട്ട നടത്തണം എന്ന് നിങ്ങളുടെ CD-ക്ക് മദ്ഹെഴുതിയ സഖാഫില്ലേ, മാടിയോക്കൽ സഖാഫി ഇതിലെ മൂപ്പര എഴുതിയതെന്ത് എന്താ പറഞ്ഞിരുന്നറിയോ? എല്ലാ രാത്രിയും അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നുള്ള അർത്ഥം വെച്ച ഞങ്ങളല്ല, നിങ്ങൾ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടും ആയില്ല, ഇറങ്ങി നിൽക്കും എന്ന് വരെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ യൻസിലു വയഖൂമു എന്ന് പറയേണ്ടി വരും. ഇറങ്ങി നിൽക്കും എന്ന് നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. അവിടെ യൻസിലു വയഖൂമു എന്നും പറയേണ്ടി വരും. അപ്പൊ സുഹൃത്തുക്കളെ, അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കലാണ്. അതേ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് സൂചിപ്പിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലെ പറഞ്ഞതിന്റെ ആശയം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഓരോ വിശേഷണങ്ങളുടെയും ഉദ്ദേശം എന്തെന്ന് ഞാനിവിടെ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉന്നതമായ നാമങ്ങളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, അല്ലാഹുവിന് ഏറ്റവും ഉത്കൃഷ്ടമായ ഏറ്റവും ഉദാത്തമായ നാമങ്ങളുണ്ട്, ഏറ്റവും നല്ല പേരുകളുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടത് തന്നെയല്ലേ അല്ലാഹു ഇറങ്ങും എന്ന് ഹദീസിലുണ്ട്, അല്ലാഹുവിന്റെ കൈ എന്ന് ഖുർആനിലുണ്ട്, അല്ലാഹുവിന്റെ കണ്ണെന്ന് ഖുർആനിലുണ്ട്. അതേപോലെ തന്നെ ഖുർആനിലും ഹദീസിലുമൊക്കെ പല പ്രയോഗങ്ങളുമുണ്ട്. അർറഹ്മാനു അലൽ അർശി ഇസ്തവാ, അല്ലാഹു അർശിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ കാണുമ്പോൾ സുഹൃത്തുക്കളെ, എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അല്ലാഹുവിനെ പറ്റി നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ യാതൊന്നും തന്നെയില്ല. അതേപോലെ തന്നെ വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി കൊണ്ടുവരാളും തന്നെയില്ല. ഒരു വസ്തുവിനെയും അല്ലാഹുവിനോട് ഉപമിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ കണ്ണ് എന്ന് പറയുമ്പോൾ ലോകത്തിലേതെങ്കിലും ഒരു സൃഷ്ടിയുടെ കണ്ണ് പോലെ എന്ന് പറയാൻ പാടില്ല. അല്ലാഹു ഇറങ്ങും എന്ന് പറയുമ്പോൾ ലോകത്തിലേതെങ്കിലും ഒരു സൃഷ്ടി ഇറങ്ങും പോലെ എന്ന് പറയാൻ പാടില്ല. അല്ലാഹുവിന് അനുയോജ്യമായ നിലക്കുള്ള ഇറക്കമാണ്, അല്ലാഹുവിന് അനുയോജ്യമായ നിലക്കുള്ള ആരോഹണമാണ്, അല്ലാഹുവിന് അനുയോജ്യമായ നിലക്കുള്ള കൈയാണ്, അല്ലാഹുവിന് അനുയോജ്യമായ നിലക്കുള്ള കണ്ണാണ്. സർവ്വ സൃഷ്ടികളോടും അല്ലാഹു വ്യത്യാസനാണല്ലോ. മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, സർവ്വ സൃഷ്ടികളോടും എല്ലാ നിലക്കും വ്യത്യസ്തനായവനാണല്ലോ അല്ലാഹു. ആ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലില്ലെന്ന് ഈ ആശയങ്ങൾ കേട്ടപ്പോ അല്ലാഹ് എങ്ങനെയാ നബിയെ കയറുക എന്ന് ചോദിച്ചിട്ടില്ല.